നമസ്കാരം. ഭഗവാന്റെ അനുഗ്രഹത്താൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. അല്ലെങ്കിൽ ഉപദ്രവിക്കുന്ന ചില വ്യക്തികളെ, നിങ്ങൾക്ക് ദോഷം വരണം എന്ന് ചിന്തിക്കുന്ന ചില വ്യക്തികളെയും ഈ അധ്യായത്തിലൂടെ തിരിച്ചറിയാം. ഏവരും ഒരു നിമിഷം ഭഗവാന്റെ നാമങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തി ബന്ധിക്കൂ. ഇതൊരു ജനറൽ റീഡിംഗ് തന്നെയാണ്. അതിനാൽ നിങ്ങളുടെ ജീവിതവും ജീവിത സാഹചര്യങ്ങളുമായും ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇതിൽ നിന്നും സ്വീകരിക്കണം. മറ്റ് കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ്. ഒരുപാട് വിഷമതകൾ അല്ലെങ്കിൽ വേദനകളിലൂടെ മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്ന് തന്നെ പരാമർശിക്കാം. സ്വന്തം നിലനിൽപ്പ് തന്നെ ഇല്ലാത്ത ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നതും വാസ്തവം തന്നെയാണ്. ധനപരമായ പ്രശ്നങ്ങളും ഓർമ്മകൾ പോലും നിങ്ങളെ വളരെയധികം വിഷമിപ്പിക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നതും വാസ്തവമാണ്. പല കാര്യങ്ങളും നിങ്ങളെ വളരെയധികം വിഷമിപ്പിക്കുന്നു എന്നത് വാസ്തവം തന്നെയാണ്. ഇപ്പോഴും അതേക്കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് വിഷമം വർദ്ധിക്കുന്നതായ സാഹചര്യം പോലുമുണ്ട്. തീരുമാനങ്ങൾ ആലോചിച്ചെടുക്കുന്ന വ്യക്തികൾ തന്നെയായിരിക്കും നിങ്ങൾ. അല്ലെങ്കിൽ അത്തരത്തിൽ തീരുമാനങ്ങൾ എടുക്കുവാൻ പഠിക്കുന്നതായ ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നതും വാസ്തവം തന്നെയാണ്. ഈ സമയം ഏത് കാര്യത്തിലും ഒരു പുനർവിചിന്തനം നടത്തേണ്ടത് അനിവാര്യമാണ് എന്നും കാണുന്നു. പല കാര്യങ്ങളിലും നഷ്ടസാധ്യതകൾ ജീവിതത്തിൽ ഉണ്ട് എന്നതും വാസ്തവം തന്നെയാണ്. പ്രഷർ മൂലം ചില തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കാത്ത അവസ്ഥ പോലും നിങ്ങൾക്കുണ്ട്. ചതി പോലും ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നതും വാസ്തവം തന്നെയാണ്. പല കാര്യങ്ങളിലും പലരെയും വിശ്വസിച്ചു എങ്കിലും പ്രതീക്ഷിച്ച ഫലം ലഭിക്കാത്ത അവസ്ഥയുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലും അനുകൂലമല്ലാത്ത സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നതും വാസ്തവമാണ്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കണ്ണുമടച്ച് വിശ്വസിക്കാതിരിക്കേണ്ടതും അനിവാര്യമാണ്. ചിലർ നിങ്ങൾക്ക് പ്രതികൂലമാകുന്ന ചില കാര്യങ്ങൾ നിങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാൻ ശ്രമിച്ചു എന്ന് വരാം. ആ കാര്യം പ്രവർത്തിപ്പിക്കുവാൻ ശ്രമിച്ചു എന്ന് വരാം. എന്നാൽ അത്തരം കാര്യങ്ങളിൽ തീർച്ചയായും നിങ്ങൾ ശ്രദ്ധ പുലർത്തണം. അവർ പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം ആ കാര്യങ്ങൾ നിങ്ങൾ പ്രവർത്തിക്കേണ്ടതായിട്ടില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. നിങ്ങൾക്ക് കൂടി ബോധ്യപ്പെടുകയാണ് എങ്കിൽ മാത്രമേ ആ കാര്യങ്ങൾ നിങ്ങൾ പ്രവർത്തിക്കാൻ പാടൂ. ഈ സമയം പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഒരു നീതി ലഭിക്കുവാനുള്ള സാധ്യതകളുണ്ട്. അതായത് ചില വ്യക്തികൾ നിങ്ങൾക്ക് തെറ്റിദ്ധാരണകൾ നൽകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന് വരാം. ഇത്തരം വ്യക്തികളെ തന്നെയാണ് നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കുക. മറ്റുള്ളവരുടെ ചതിയുടെ മുഖം മൂടി നിങ്ങൾ ഇനി തിരിച്ചറിയുവാൻ പോകുന്നു. ചിലരെയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്നത് വാസ്തവമാണ്. അത്തരത്തിൽ ചില വ്യക്തികളെ കൂടി നിങ്ങൾക്ക് കൂടുതലായി മനസ്സിലാക്കുവാനും അവർ ആരാണ് എന്ന് കൃത്യമായി അറിയുവാനും സാധിക്കും. അത്തരത്തിൽ നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ നിങ്ങൾക്ക് തീർച്ചയായും മനസ്സിലാക്കുവാൻ സാധിക്കും. പുറമേ നിന്ന് നോക്കുമ്പോൾ സഹായമാണ് എന്ന് തോന്നും എങ്കിലും കൂടുതലായി ചിന്തിക്കുമ്പോൾ അത് ഉപദ്രവമാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കും. നിങ്ങൾ വല്ലാതെ തന്നെ വിഷമിക്കുന്ന സാഹചര്യമുണ്ട് എങ്കിൽ തീർച്ചയായും ശ്രദ്ധിക്കണം. ചിലർ നിങ്ങളെ വല്ലാതെ ഫോഴ്സ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് എങ്കിൽ അത്തരം വ്യക്തികളെ തീർച്ചയായും നിങ്ങൾ മാറ്റി നിർത്തേണ്ടത് അനിവാര്യമാണ്. മറ്റുള്ളവർക്ക് അമിതമായി സമയം നൽകാതിരിക്കേണ്ടതും അനിവാര്യമാണ്. അതായത് ഇത്തരം വ്യക്തികളെ നിങ്ങൾ തിരിച്ചറിയുകയാണ് എങ്കിൽ അവർക്ക് കൂടുതൽ സമയം നൽകി നിങ്ങൾ കൂടുതൽ അബദ്ധത്തിൽ ചാടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരം വ്യക്തികൾ തീർച്ചയായും നിങ്ങൾക്ക് പല രീതിയിലും ഉപദ്രവമായി മാറുവാനുള്ള സാധ്യത തുലോം കൂടുതലാണ് എന്ന് മനസ്സിലാക്കുക. പലപ്പോഴും നിങ്ങൾ പലരെയും അമിതമായി സഹായിക്കുന്നവരാകാം, പിന്തുണ നൽകുന്നവരാകാം. എന്നാൽ അവർ പോലും പിന്നീട് നിങ്ങളെ പഴിക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നതും വാസ്തവം തന്നെയാണ്. സ്വന്തം കാര്യം കൂടുതൽ പ്രാധാന്യം ഈ സമയം നൽകേണ്ടത് അനിവാര്യമാണ് എന്ന് പറയാം. നിങ്ങളെ ചതിക്കാൻ വരുന്നവരെ നിങ്ങൾ തീർച്ചയായും
തിരിച്ചറിയുന്ന ഒരു സാഹചര്യം രൂപപ്പെടേണ്ടത് അനിവാര്യമാണ് എന്ന് കാണുന്നു. പല കാര്യങ്ങളിലും അകലം പാലിക്കേണ്ടത് അനിവാര്യമാണ്. സംരക്ഷണം നിങ്ങൾക്കുണ്ടാകും എന്ന കാര്യം തീർച്ച തന്നെയാണ്. കാരണം ഭഗവാൻ നിങ്ങളെ സംരക്ഷിച്ച് നിർത്തുന്നു എന്ന് ബോധ്യപ്പെടുത്തുവാൻ സാധിക്കുന്ന പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് തുടരുന്ന സാഹചര്യങ്ങളും രൂപപ്പെടുകയും ചെയ്യും. സാമ്പത്തികമായി തകർന്ന അവസ്ഥയിലാണ് എങ്കിലും ഒരു പുതിയ തുടക്കം നിങ്ങൾക്ക് വന്നു ചേരാം. അവസരങ്ങൾ കൃത്യമായി വന്നു ചേരുന്ന ഒരു സാഹചര്യവും ജീവിതത്തിലുണ്ട്. തൊഴിൽപരമായ ഉയർച്ച ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു സമയം കൂടിയാണ്. ജീവിതം തന്നെ വല്ലാതെ മാറുന്ന ഒരു സാഹചര്യം, അത്തരമൊരു അവസരം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് വരാം. പ്രാർത്ഥനകൾ പോലും സഫലമാകുന്ന ഒരു സാഹചര്യം രൂപപ്പെടുകയും ചെയ്യാം. അത് ഭഗവാന്റെ അനുഗ്രഹത്താൽ സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ നിങ്ങൾക്ക് സമയമായി എന്നും വിജയകരമായി പല കാര്യങ്ങളും പൂർത്തീകരിക്കുവാൻ സാധിക്കുന്ന ഒരു സമയത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാൻ പോകുന്നു എന്നും അർത്ഥമാക്കാം. സാമ്പത്തികമായി ഒന്നിലധികം ധനസ്രോതസ്സുകൾ നിങ്ങൾക്ക് മുൻപിൽ തുറക്കപ്പെടുവാനുള്ള സാധ്യതകളും ഈ സമയം കൂടുതലാണ്. റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടും പല മാറ്റങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് എന്ന് കാണുന്നു. പല കാര്യങ്ങളിലെയും പ്രശ്നങ്ങൾ മാറി ബന്ധം കൂടുതൽ ദൃഢമാകുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ വന്നു ചേരാം. ജീവിതത്തിൽ പല കാര്യങ്ങളിലും കൺഫ്യൂഷൻ അനുഭവിക്കുന്നവരാകാം നിങ്ങൾ. പലപ്പോഴും ആരെ വിശ്വസിക്കണം എന്ന് പോലും മനസ്സിലാക്കുവാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട്. പല കാര്യങ്ങളിലും ഒരു ക്ലാരിറ്റി ലഭിക്കുന്ന അവസ്ഥ നിങ്ങൾക്കില്ല എന്നതും വാസ്തവമാണ്. അതിൽ ഒരു മാറ്റം സംഭവിക്കാവുന്ന സമയമാണ്. സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കുവാനും കൃത്യതയോടെ മുന്നോട്ട് പോകുവാനും നിങ്ങൾക്ക് സാധിക്കണം എന്ന ഉറച്ച തീരുമാനം എടുക്കുന്ന സമയമാണ്. അർഹമായ നേട്ടങ്ങൾ, വിജയങ്ങൾ, സ്നേഹം എന്നിവ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന ഒരു സമയമാണ്. പല കാര്യങ്ങളിലും ഹൈ എനർജി വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. സ്ട്രക്കായ അവസ്ഥയിൽ നിന്നും മാറ്റം സംഭവിക്കാം. ചിന്താഗതിയിൽ മാറ്റങ്ങൾ സംഭവിക്കാം. പല കാര്യങ്ങളും ജീവിതത്തിൽ മാറി മറിയുന്ന ഒരു സാഹചര്യം രൂപപ്പെടാം എന്നതും വാസ്തവം തന്നെയാണ്. പലപ്പോഴും നിങ്ങൾ ഇമോഷണലി ചിന്തിക്കുന്നു എന്നത് വാസ്തവമാണ്. അത് നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ് എന്നതാണ് വാസ്തവം. അത് തന്നെയാണ് ഭഗവാൻ സൂചനയായി നൽകുന്നത്. ബുദ്ധിപൂർവം അല്പം ചിന്തിച്ച് തുടങ്ങേണ്ടതും ഇമോഷണൽ സൈഡ് മാറ്റി വയ്ക്കേണ്ടതും അനിവാര്യമാണ്. മുൻപത്തെ കാര്യങ്ങൾ വച്ച് നോക്കുമ്പോൾ അത് ശരിയാണ് എന്ന് നിങ്ങൾക്കും ബോധ്യമാകും. നിങ്ങളുടെ കഴിവിനാൽ ഉയർച്ച വന്നു ചേരുകയും ഏത് പ്രശ്നത്തെയും അതിജീവിച്ച് മുന്നോട്ട് പോകുവാനും നിങ്ങൾക്ക് സാധിക്കും. അമിതമായ ചിന്തകൾ നിങ്ങൾ ഒഴിവാക്കണം. നിങ്ങളുടെ മനസ്സിനെ നിങ്ങളുടെ കൈകളിൽ എത്തിക്കുവാൻ സാധിക്കും വിധം നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. മെഡിറ്റേഷൻ, നിത്യേനയുള്ള പ്രാർത്ഥന എന്നിവ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച വന്ന് ചേരുന്നതിന് സഹായകരമായി തീരും. പല കാര്യങ്ങളിലും വിഷമങ്ങൾ അനുഭവിക്കുന്നവരാകാം നിങ്ങൾ. അതിലൊരു മാറ്റം സംഭവിക്കണം എന്ന് അതിയായി ആഗ്രഹിക്കുന്നുണ്ടാകാം. സ്വന്തം മനസ്സിനെ ആത്മാർത്ഥമായി സ്നേഹിക്കേണ്ടത് അനിവാര്യമാണ്. പല രഹസ്യങ്ങളും പുറമേ പറയാതിരിക്കുവാൻ ഈ സമയം ശ്രമിക്കണം. അത്തരത്തിലൊരു സാഹചര്യം വന്നു ചേർന്നാൽ പോലും നിങ്ങൾ ഈ സമയം അതേക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ല എന്നതാണ് വാസ്തവം. ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം എന്ന സൂചന തന്നെയാണ് ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നത്. ഈ സമയം നിങ്ങൾക്ക് സ്പിരിച്വലി വളരെയധികം ഭഗവാനുമായി കണക്റ്റഡ് ആകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നതും വാസ്തവമാണ്. ജീവിതത്തിൽ അത്തരം അനുഭവങ്ങൾ നിങ്ങൾക്ക് വർദ്ധിക്കും എന്ന കാര്യവും ഓർക്കുക. ഈ സമയം ധൈര്യത്തോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം. ഭഗവാൻ നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ചൊരിയുക തന്നെ ചെയ്യും.